നമസ്കാരം. നാടുകടത്തൽ തുടങ്ങി ഇന്ത്യയും. ആസാം സർക്കാരാണ് കൂട്ടനാടുകടത്തലിനായി റെഡിയായിട്ടിരിക്കുന്നത്. വർഷങ്ങളായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ തലവേദനയാണ് രോഹിംഗ്യൻ അഭയാർത്ഥികളുടെയും ബംഗ്ലാദേശികളുടെയും ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം. എന്നാൽ ഇവരെയെല്ലാം പിടിച്ചുകെട്ടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആസാം സർക്കാർ. ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി വിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതും ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയത് ഒന്നും രണ്ടും പേരല്ല, 300ഓളം രോഹിംഗ്യൻ മുസ്ലിം കുടിയേറ്റക്കാരാണ്. മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവരെയെല്ലാം പാർപ്പിച്ചിരിക്കുന്നത് ഒരു ക്യാമ്പിലാണ് എന്നതാണ്. കേന്ദ്ര സർക്കാരാണ് ഈ ക്യാമ്പിന്റെ നിർമ്മാണത്തിന്റെ ചിലവ് വഹിച്ചിട്ടുള്ളത്. 64 കോടി രൂപയാണ് ക്യാമ്പിന്റെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടങ്കൽ പാളയമാണ് ആസാമിലുള്ളത്. മാട്ടിയ ട്രാൻസിറ്റ് ക്യാമ്പ് എന്ന ഈ തടങ്കൽ പാളയത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി പിടികൂടിയ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിട്ടുള്ളത്. മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നിയമവിരുദ്ധമായി നുഴഞ്ഞുകയറിയ രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് ഇവരെല്ലാവരും. കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തങ്ങിയതിനും സാധുവായ രേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ചതിനും ഉള്ള നിയമ വകുപ്പുകൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ വിദേശവിലാസമുള്ള 63 പേരെയാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ തടങ്കലിൽ കഴിയുന്നവർ. ഇക്കാരണത്താൽ മാനുഷിക പരിഗണന വെച്ച് ക്യാമ്പിനുള്ളിൽ തന്നെ ഒരു ആശുപത്രിയും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്കൂളും തയ്യാറാക്കിയിട്ടുണ്ട്. മാട്ടിയ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചത് 2023-ലാണ്. അതിനു മുൻപ് ആസാമിൽ അനധികൃത കുടിയേറ്റത്തിന് പിടിക്കപ്പെടുന്നവരെയും മറ്റു വിദേശ കുറ്റവാളികളെയും ഗോൾപാറ, സിൽച്ചാർ, ദിബ്രുഗഡ്, ജോർഹട്ട്, തേസ്പൂർ എന്നിവിടങ്ങളിലെ ജയിലുകളിലായി 6 താൽക്കാലിക തടങ്കൽ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് മാട്ടിയിൽ ഒരു വലിയ തടങ്കൽ പാളയം നിർമ്മിച്ചത്. ഒരേ സമയം 3000 കുറ്റവാളികളെ പാർപ്പിക്കാൻ കഴിയുന്ന ക്യാമ്പാണിത്. ഒരു കോംപ്ലക്സിൽ 15 കെട്ടിടങ്ങളായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓരോ കെട്ടിടത്തിലും 200 പേരെ വീതമാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. 2023 മാർച്ചിൽ മറ്റു ജയിലുകളിൽ കഴിഞ്ഞിരുന്ന വിദേശ തടവുകാരെ എല്ലാവരെയും മാട്ടിയ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ മാട്ടിയ ക്യാമ്പിൽ തടവിൽ കഴിയുന്ന ഭൂരിഭാഗം പേരുടെയും യഥാർത്ഥ മേൽവിലാസം ലഭ്യമല്ല. ഇക്കാരണത്താലാണ് ഇവരെ നാടുകടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് പരിമിതികൾ ഉണ്ടായത്. എന്നാൽ മാട്ടിയ തടങ്കൽ പാളയത്തിൽ കഴിയുന്ന വിദേശികളെ എത്രയും പെട്ടെന്ന് നാട് കടത്തണമെന്ന് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ 63 പേരെ ആസാം നാടുകടത്താൻ ഒരുങ്ങുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.